ഗുഡ് മോർണിംഗ് ഗായ്സ്, മച്ചാൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കിടുക്കൻ സിനിമയുടെ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നതും. ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് തരും, അങ്ങ് കണ്ട് ഇഷ്ടപ്പെട്ടോണം. പിന്നെ അല്ല, ഏത് പടമാണെന്ന് വെച്ചാൽ ജോസിൻ്റെ പടമാണ്. ഏത് ജോസ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ്. ട്രെയിലർ റിയാക്ഷൻ ഇട്ടപ്പോൾ തന്നെ ഭീകര റെസ്പോൺസ് ആയിരുന്നു. അതുകൊണ്ട് ഈ സിനിമ ഫസ്റ്റ് ഡേ തന്നെ കാണാമെന്ന് വിചാരിച്ചു. ടർബോ ജോസിൻ്റെ പടം. അതെ, ടർബോയുടെ വിശേഷമാണ് ഇന്ന് കാണാൻ പോകുന്നത്. മോൺസ്റ്ററിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന പടം. അതാണ് വല്ലാത്തൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നത്. അപ്പം എന്തായാലും എങ്ങനെ വരുമെന്നൊന്നും അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ തിയേറ്ററിൽ ചെന്നിട്ട് ബാക്കി വിശേഷം. അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മമ്മൂക്ക, അത് പറയുകയാണെങ്കിൽ മമ്മൂക്ക ശരിക്കും മമ്മൂക്കയായിട്ട് തുടങ്ങി വെക്കുന്നതല്ല, എല്ലാം മമ്മൂക്കയെ തേടി വരുന്നതാണ് അല്ലേ? മമ്മൂക്കയാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. മമ്മൂക്കയെ തേടി വരുന്നതാണ് സിനിമയിൽ, അല്ല മമ്മൂക്കയായിട്ട് അങ്ങോട്ട് അടി ഉണ്ടാക്കാൻ ഒരിക്കലും പോകില്ല. മമ്മൂക്കയെ തേടി വരുന്ന അടികൾ മമ്മൂക്ക അന്തസ്സായിട്ട് അല്ലേ, ഈ ഒരു പ്രായത്തിൽ അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. പക്ഷെ ഭീകര പടമാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ മമ്മൂക്കയെ കണ്ടുകൊണ്ട് രസമായിട്ട് ഇന്റർവ്യൂ വരെ അങ്ങ് പോകാം അല്ലേ. ഇനി ഇന്റർവ്യൂവിന് ശേഷം എന്ത് സംഭവിക്കുന്ന അറിയില്ല. പിന്നെ നമ്മുടെ വില്ലൻ രാകേഷ് ഷെട്ടി, അദ്ദേഹം പോകാം, അടിപൊളിയായിട്ട് അല്ലേ. എന്തോ ഒരു രസമുണ്ട് പടം, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം നമുക്ക് നോക്കാം, എന്നിട്ട് മൊത്തത്തിലുള്ള റിവ്യൂ നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, അടിപൊളി പടം കണ്ടിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഷിഫിനെ പടം എങ്ങനെയുണ്ട്? പടം മാസ്. മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം, മമ്മൂക്കയുടെ 70ാമത്തെ വയസ്സിലെ മാസ്. 73ാം വയസ്സിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ശരീരവേദനയൊക്കെ വരും. ഉള്ളത് പറഞ്ഞേക്കാം, മമ്മൂക്ക ഇത്രയും റിസ്ക് എടുത്ത് ഭയങ്കര സീൻ കേട്ടാ, ഭീകര സീൻ. 73 വയസ്സിൽ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. തന്നെ ഒന്ന് കാണണം കേട്ടോ. ആൻഡ് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതൊന്നും നമ്മളോട് പറയില്ല. പക്ഷേ ഭീകര സംഭവം, ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഫുൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ആറാടി, അങ്ങനെ വേണം പറയാൻ. ആൻഡ് അതുപോലെ തന്നെ കഥയൊന്നും നോക്കരുത്. ശരിക്കും ഇതിൽ കഥ നോക്കി പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ജസ്റ്റ് കണ്ട് ഒരു തവണ കണ്ട് എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നൊരു പടമാണ്. പിന്നെ മമ്മൂക്ക ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലടാ, ഭീകരമായിട്ട് ഇഷ്ടപ്പെടും. ഷിഫിൻ അവിടെ കിടന്നു ഓ എന്നെല്ലാം പറഞ്ഞു. പിന്നെ മമ്മൂക്കയുടെ അമ്മയായിട്ട് വന്ന ബിന്ദു പണിക്കർ ഭീകരമായിരുന്നു അല്ലേ, മാരക അഭിനയം. പിന്നെ ആ നടി കുഴപ്പമില്ല, ഓക്കെ. പിന്നെ വരുന്ന സപ്പോർട്ടിങ് കാസ്റ്റുകളൊക്കെ ഓക്കെ നന്നായിട്ട് കണ്ട് പോകാൻ പറ്റുന്ന ഒരു പടം. ആൻഡ് ക്ലൈമാക്സ് വീണ്ടും പറയുകയാണ്, ക്ലൈമാക്സിൽ ഒരു സംഭവമുണ്ട്, സംഭവമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അത് നിങ്ങൾ കണ്ടു നോക്കാം, ഞാനത് പൊളിക്കുന്നില്ല. എന്തായാലും ടർബോ ജോസിനെ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഷിഫിന് ഒരു ബൈ. ഓക്കെ.